തേർഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ വേരിയേഷനാണ്. ദീസ് ആർ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് ബൂംസ് ആൻഡ് ഡിപ്രഷൻസ്. നോർമലി ദ പീരിയഡ് ഓഫ് സൈക്ലിക്കൽ വേരിയേഷൻ ഇസ് മോർ ദാൻ 1 year. സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ബൂം ആൻഡ് ഡിപ്രഷൻ റിസൾട്ടായിട്ടാണ് ഉണ്ടാവുക. ബൂം ആൻഡ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ സെയിൽ നല്ലോണം കൂടുക, പിന്നെ കുറയുക, ഏറ്റവും ലോ ലെവലിലെത്താം, പിന്നെയും കൂടുക, അങ്ങനെ ഒരു സൈക്ലിക്കൽ ഫോമിൽ ആണ് നമ്മളെ ചേഞ്ചസ് ഉള്ളത് എങ്കിൽ നമുക്കതിനെ സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയാം. ഈ ടൈപ്പ് വേരിയേഷൻ എന്ന് പറയുന്നത് 1 yearനേക്കാളും കൂടുതൽ നിൽക്കുന്ന ഒരു വേരിയേഷനാണ്. സൈക്ലിക്കൽ വേരിയേഷൻ ആർ സിമിലർ ടു സീസണൽ വേരിയേഷൻ. സീസണൽ വേരിയേഷനെ പോലെ തന്നെ ഉള്ളതാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്നുള്ളത്. ഒരു ഡിഫറൻസ് എന്താണ്? ദ ഡിഫറൻസ് ഇസ് ഇൻ ദ പീരിയഡിലാണ് ഡിഫറൻസ് ഉള്ളത്. ഇഫ് ചേഞ്ചസ് ടേക്ക് പ്ലേസ് പീരിയോഡിക്കലി ആൻഡ് ഇഫ് ദ പീരിയഡ് ഇസ് മോർ ദാൻ 1 year ദ വേരിയേഷൻ ആർ സെഡ് ടു ബി സൈക്ലിക്കൽ. അപ്പോൾ സീസണൽ വേരിയേഷൻ എപ്പോഴാണ് സൈക്ലിക്കൽ ആവാമെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് പീരിയോഡിക്കലി ആണെങ്കിൽ, അതേപോലെ മോർ ദാൻ 1 year ആണ് ഈ ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയേഷൻ ഉള്ളത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? സീസണൽ വേരിയേഷനെ സൈക്ലിക്കൽ വേരിയേഷൻ ആണെന്ന് പറയാം. മെയിനായിട്ട് ഇത് ബിസിനസ് ഫീൽഡിലാണ് ഈ ഒരു ടൈപ്പ് വേരിയേഷൻ ഉണ്ടാവുക. സൈക്ലിക്കൽ വേരിയേഷൻ ഉണ്ടാവുക ബിസിനസ് ഫീൽഡിലാണ്. ആദ്യം ഹൈ പ്രോസ്പെരിറ്റി ആയിരിക്കും, പിന്നെ അത് ഡിക്ലൈൻ ചെയ്യും, അങ്ങനെ ഡിപ്രഷനിലെത്തും, പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ട് പിന്നെയും ബൂം സ്റ്റേജിലേക്ക് എത്തും. ഇങ്ങനത്തെ ഒരു ടൈപ്പ് വേരിയേഷൻ ഉണ്ടാവുക അധികം ബിസിനസ് കേസിലായിരിക്കും. ദീസ് ലോങ് ടേം ആൻഡ് റെക്കറൻറ്റ് വേരിയേഷൻ ഇൻ മെനി ഇക്കണോമിക് ആൻഡ് ബിസിനസ് സീരീസ് ഹാവ് ടേക്കൺ പ്ലേസ് ബിക്കോസ് ഓഫ് ദ 4 phases. അപ്പോൾ ഈ ഒരു ടൈപ്പ് സൈക്ലിക്കൽ വേരിയേഷൻ അല്ലെങ്കിൽ ലോങ് ടേം വേരിയേഷൻ ഒക്കെ ചെയ്യുന്നത് അധികം ബിസിനസ് ഫീൽഡിലായിരിക്കും. അപ്പോൾ ഈ ഒരു 4 ഫേസസിലായിട്ടാണ് ഈ ബിസിനസ് സൈക്കിൾ ഉണ്ടാവുക. അതിന് നമുക്ക് എങ്ങനെ പറയാം? പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ, ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ 4 ഫേസസ് ആയിട്ടാണ് ഈ ബിസിനസ് സൈക്കിൾ ഉണ്ടാവുക. ഡ്യൂറിങ് പ്രോസ്പെരിറ്റി ഉള്ള സമയത്താണെങ്കിൽ പ്രോഫിറ്റ്സ് ആർ മെയ്ഡ് ഈസിലി ആൻഡ് ആർ മെയ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. ആ ഒരു സമയത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ചെയ്യും, അതേപോലെ ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും പ്രോഫിറ്റ്സ് ഉണ്ടാവുക. പ്രൈസസ് ആർ ഹൈ. ആ സമയത്ത് എന്തായിരിക്കും? പ്രൈസസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആഫ്റ്റർ ദിസ് പീക്ക് കണ്ടീഷൻ ദ സിറ്റുവേഷൻ ഡിക്ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിങ്. അപ്പോൾ ഈ ഒരു പീക്ക് കണ്ടീഷന് ശേഷം സിറ്റുവേഷൻ എന്താ ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുന്നതിന് പകരം അത് കുറയാണ് ചെയ്യുക. ഹൈ വേജസ്, ഡിക്രീസിങ് എഫിഷ്യൻസി, ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സെട്ര കോസ് ദ ഡിക്ലൈൻ. അപ്പോൾ ഡിക്ലൈൻ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഹൈ വേജസ് കൊടുക്കേണ്ട സമയത്ത് ഡിക്രീസിങ് എഫിഷ്യൻസി, ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക, അങ്ങനത്തെ ഒരു കേസൊക്കെ എത്തുമ്പോൾ ഈ പ്രോസ്പെരിറ്റിയിൽ നിന്നും ഡിക്ലൈനിലേക്ക് പോകും. അങ്ങനെ ഈ ഡിക്ലൈൻ ആഫ്റ്റർ ടച്ചിങ് ദ റോക്ക് ബോട്ടം കണ്ടീഷൻ ഓഫ് ഡിപ്രഷൻ തിങ്സ് ഷോ ഇംപ്രൂവ്മെൻറ്റ്. അങ്ങനെ ഈ ഒരു ഡിക്ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം ലെവലിലെത്തുമ്പോൾ ഡിപ്രഷൻ എന്ന് പറയും. അതിന് ശേഷമാണ് കുറച്ചൊരു ഇംപ്രൂവ്മെൻറ്റ് കാണിക്കാം. ഇംപ്രൂവ്മെൻറ്റ് ടച്ചസ് ദ പീക്ക് കണ്ടീഷൻ ഓഫ് പ്രോസ്പെരിറ്റി. അപ്പോൾ ഈ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്? ഒരു പീക്ക് കണ്ടീഷൻ പ്രോസ്പെരിറ്റി എന്നുള്ള കണ്ടീഷനിലെത്തും, പിന്നെ നേരത്തെ പോലെ തന്നെ ഡിക്ലൈനിങ് കാണിക്കും, ഡിപ്രഷനിലെത്തും, അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ദോസ് സൈക്ലിക്കൽ ചേഞ്ചസ് ഹാപ്പൻ വൺ ആഫ്റ്റർ അനദർ റെഗുലർലി. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റത്തെ കമ്പോണൻറ്റ് ഇറഗുലർ വേരിയേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇറഗുലർ വേരിയേഷൻസ്. These are changes that have taken place as a result of such forces that could not be predicted like flood, earthquake, famines, etc. അപ്പോൾ ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ടൈപ്പ് വേരിയേഷൻസ്, ഫ്ലഡ്, എർത്ത് അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ കോസസ് കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പം മറ്റേ 3 കമ്പോണൻറ്റും ആ 3 കേസിലും വരാത്ത എല്ലാ കാര്യങ്ങളും ഇറഗുലർ വേരിയേഷനിലാണ് വരിക. നാച്ചുറൽ കലാമിറ്റീസും മൊത്തം ഇറഗുലർ വേരിയേഷനിലാണ് വരിക. വേരിയേഷൻ വിച്ച് ആർ നോട്ട് ഓഫ് ദ 3 types namely trend, seasonal and cyclical are called irregular variation. The causes of some of them are known and are found irregularly.
ദ കോസസ് ഓഫ് സം ഓഫ് ദി ഇറഗുലർ വേരിയേഷൻ ആർ നോട്ട് നോൺ. ചില സമയത്ത് ഇത് പറഞ്ഞല്ലോ, സീസണൽ സൈക്ലിക് ട്രെൻഡ്, ഇതിലൊന്നും വരാത്ത കാര്യങ്ങളാണ് ഇറഗുലർ വേരിയേഷനിൽ വരാം. ഈ ഒരു ടൈപ്പ് വേരിയേഷൻ നമ്മൾ ഫ്ലഡൊക്കെ പറഞ്ഞു, അത് ചില സമയം നമുക്ക് ഓൾറെഡി അറിയാം ഇറഗുലർ ആയിട്ടുള്ള വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. മഴ കൂടിയാൽ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ഫ്ലഡ് വരും. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ആ ഒരു സമയത്ത് ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ആയിരിക്കും. ചില സമയത്ത് ഇറഗുലർ വേരിയേഷൻ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഫയർ, ഫ്ലഡ്, എർത്ത്ക്വേക്ക്, വാർസ്, ലോക്കൗട്ട് ആൻഡ് സ്ട്രൈക്ക് കോസസ് ഇറഗുലർ വേരിയേഷൻ. ഡ്യൂറിങ് ഓണം സീസൺ there may be very poor sales on a day in a cloth shop. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നാച്ചുറൽ കലാമിറ്റീസ് അല്ലാത്തപ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിൻ്റെ സീസണിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ഷോപ്പിൽ തീരെ സെയിലില്ലാത്ത ദിവസം വരെ ഉണ്ടാവാം. കോസ് ഫോർ സച്ച് എ ഹാപ്പനിങ് ഇസ് നോട്ട് നോൺ. ആ ഒരു കോസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനത്തെ എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഇറഗുലർ വേരിയേഷനിലാണ് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 4 കമ്പോണൻസ് ആണ്. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സെക്യുലർ ട്രെൻഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സീസണൽ വേരിയേഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് സൈക്ലിക്കൽ വേരിയേഷൻ, ഫോർത്ത് വൺ ഇറഗുലർ വേരിയേഷൻ. അപ്പോൾ സെക്യുലർ ട്രെൻഡ് കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള ട്രെൻഡാണ്. ഒരു പെർട്ടിക്കുലർ ലോങ് പീരിയഡിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നതാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ലീനിയർ ആവാം, ചിലപ്പോൾ നോൺ ലീനിയർ ആവാം. നമ്മളിവിടെ ലീനിയറിൻ്റെ കേസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സീസണൽ വേരിയേഷൻ ആണുള്ളത്. സീസണൽ വേരിയേഷൻ എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിന് ഉള്ളിൽ സംഭവിക്കുന്ന വേരിയേഷനാണ്. പെർട്ടിക്കുലർ സീസണിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ആൻഡ് വെതർ കണ്ടീഷൻസ് കാരണമൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. മൂന്നാമത്തെ സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ബിസിനസ് സൈക്കിളിനെയാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത്. പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ, ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ 4 ഫേസസ് ആണ് ഇതിനുണ്ടാവുക. ലാസ്റ്റ് വണ്ണാണ് ഇറഗുലർ വേരിയേഷൻ. ഈ 3 എണ്ണത്തിലും വരാത്ത എല്ലാ വേരിയേഷനും ഇറഗുലർ വേരിയേഷൻസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ടൈം സീരീസ് മോഡൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം.